8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ചായക്കടക്കാരൻ സുരേന്ദ്രൻ കോട്ടയാറിന്റെ ജീവിത സമ്പാദ്യം മുഴുവൻ പുസ്തകങ്ങളാണ്. കരിമ്പ് ജ്യൂസും ചായയും വിൽപ്പന നടത്തുന്ന കടക്ക് മുന്നിലെ ബോർഡിൽ കാണാം വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്ന്. മഞ്ചേശ്വരം മുദ്യാവറിലെ കടയിൽ ചായ കുടിക്കാൻ വരുന്നവരും വിദ്യാർത്ഥികളുമടക്കം നൂറുകണക്കിന് ആളുകൾ ഓരോ മാസവും ഇവിടെ എത്തി വായനയ്ക്കും പഠന ആവശ്യങ്ങൾക്കുള്ള റഫറൻസിനുമടക്കം പുസ്തകങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ സന്തോഷത്തിലാണ് സുരേന്ദ്രൻ കോട്ടയാർ. 7000-ഓളം പുസ്തകങ്ങളാണ് ഈ ചെറിയ ചായക്കടയ്ക്കകത്ത് വായനക്കാർക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത്. അക്ഷര വെളിച്ചം പകരുന്ന മഹത്തായ കാഴ്ച. ഒരു ലൈബ്രറിയിൽ എന്ന പോലെ വലിയ അലമാരകളിൽ പുസ്തകങ്ങൾ വേർതിരിച്ചു വെച്ചത് കാണാം. തത്വശാസ്ത്രം, ജീവചരിത്രം, ചരിത്രം, ശാസ്ത്ര പുസ്തകങ്ങൾ, ചെറുകഥകൾ, പുരാണങ്ങൾ, ഫോക്ലോർ പുസ്തകങ്ങൾ തുടങ്ങിയവയെല്ലാം ചായക്കടയിലുണ്ട്. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ തികച്ചും സൗജന്യമായാണ് വായനക്കാർക്കായി പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. എഴുതിയിട്ട് വെച്ചിന് 2 കെറ്റിലൊക്കെ ഫുള്ളായി. പിന്നെ ഇനി വീട്ടിലുമുണ്ട്. പിന്നെ കൂടെ ഇതെല്ലാം എഴുതാത്ത ബുക്ക് ഒരു ടോട്ടൽ 10,000 ആവും എന്നിട്ട് നമ്മളെ ഇപ്പോൾ ഒരു അന്താജു ചിലവ് ഞങ്ങൾ നയിച്ചതെല്ലാം സാധാരണ എല്ലാം ഇത് പുസ്തകത്തിലേ പോയി. നമ്മൾ പൈസ വേറെ എന്താക്കിയില്ല. ജാഗ പൊഞ്ഞി കാസ് അതെന്ന് ഗാഡി എന്തില്ല നമ്മളിൽ. ഇത് ചെറിയ കച്ചവടമാണ്. ഇപ്പോൾ കച്ചവടം കുറച്ച് കുറവ് തന്നെ. റോഡായ പിന്നെ ഭാര്യ ആൾക്കാരെല്ലാം ഭാര്യ കുറവ്. അങ്ങനെ നമ്മളെ അനുസരിച്ചിട്ടെല്ലാം വരുന്നു. PhD പറഞ്ഞെങ്കിൽ ഡോക്ടറുടെ അത് തെയ്യത്തിന് വകാക്കി നമ്മളെ നാട്ടിൻ്റെ BA പഠിക്കുന്നവർക്ക് പ്രൊജക്റ്റ് വരുന്നു. അപ്പോൾ മുസ്ലിം തെയ്യത്തിന് വക കുറവ് ഇതാക്കി. ഈ ഇതിഹാസം ഹയസ്റ്റ് ഉണ്ട്. ഇതിഹാസം തെയ്യങ്ങൾ കന്നഡത്തിലുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ. പിന്നെ നമ്മളെ ഗാന്ധിജീൻ്റെ ഇതുണ്ട്. പിന്നെ നെഹ്റു എഴുതിയ ഡിസ്കവർ ഓഫ് ഇന്ത്യ അതിൽ 2 കന്നഡത്തിലുണ്ട്, ഇംഗ്ലീഷുണ്ട്. മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജ്, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിലെ കുട്ടികളെല്ലാം പുസ്തകം തേടി മഞ്ചേശ്വരത്തെ ചായക്കടയിൽ എത്താറുണ്ട്. കരിമ്പ് ജ്യൂസും ചൂടു ചായയും ഉൾപ്പെടെ ലഘുഭക്ഷണങ്ങളും ലഘുപാനീയങ്ങളും വിതരണം ചെയ്യുന്ന ഒരു കടയിലെ കാഴ്ച ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഈ കടക്കകത്ത് നിറയെ പുസ്തകങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒരിക്കലും ഒരു കടയുടെ മുൻവശം എത്തുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത അക്ഷര വെളിച്ചത്തിൻ്റെ വലിയൊരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.